നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കസ്റ്റംസ് GST അഡീഷണൽ കമ്മീഷണറും അമ്മയും സഹോദരിയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ എന്താണ് ഇവരുടെ മരണകാരണം എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. അതിനിടയിൽ നിർണായകമായ ചില വിവരങ്ങൾ പുറത്തുവരികയാണ്. കൂട്ടമരണത്തിന് പിന്നിൽ ജാർഖണ്ഡിലെ ഏതെങ്കിലും ആഭിചാരക്രിയ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. എന്താണ് മരണത്തിലേക്ക് നയിച്ച ആ കാരണം എന്നതിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടതായിട്ടുണ്ട്. സാമ്പത്തികമായ പ്രശ്നങ്ങളൊന്നും കുടുംബത്തെ അലട്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസിന്റെ നിഗമനം അനുസരിച്ച് ജീവൻ ഒടുക്കിയതാണെങ്കിൽ അതിന് മറ്റു കാരണങ്ങൾ ഉണ്ടാകും എന്നാണ്. വീട്ടിൽ നിന്ന് കണ്ടെത്തിയ കുറിപ്പിൽ പക്ഷേ മരണകാരണമൊന്നും വ്യക്തമാക്കിയിട്ടില്ല എന്നതും അന്വേഷണ സംഘത്തെ കുഴക്കുന്നു. പ്രധാനമായും രണ്ട് സാധ്യതകളാണ് ഇവരുടെ മരണത്തിന് പിന്നിൽ പോലീസ് പരിശോധിക്കുന്നത്. ഒന്ന്, ഇവരുടെ അമ്മ മരിച്ചു. മരണകാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാലേ അറിയാൻ സാധിക്കുകയുള്ളൂ. അമ്മ മരിച്ചതോടെ ഫെബ്രുവരി 14 മക്കൾ ഓൺലൈനായി പൂക്കൾ വാങ്ങുന്നു. അമ്മയെ തുണിയിൽ പുതച്ച് പൂക്കൾ വിതറി. ശേഷം തലഭാഗത്ത് മനീഷും ശാലിനിയും അമ്മയ്ക്കൊപ്പം നിൽക്കുന്ന ചിത്രം വെച്ചു. അമ്മയെ ഏറെ സ്നേഹിച്ചിരുന്ന ഇരുവരും അമ്മ മരിച്ചത് പുറം ലോകത്തെ അറിയിക്കാതെ ആത്മഹത്യ ചെയ്യുന്നു. ഇതായിരിക്കാം ഒരു മരണകാരണം എന്നാണ് പോലീസിന്റെ നിഗമനം. മറ്റൊരു മരണ സാധ്യതയായിട്ട് അന്വേഷണ സംഘം കരുതുന്നത് 2006 നടന്ന ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയിൽ 1ാം റാങ്കോടെ ശാലിനി 2 വർഷം ഡെപ്യൂട്ടി കളക്ടറായി ജോലി നോക്കിയിരുന്നു. പിന്നീട് പരീക്ഷയിൽ ക്രമക്കേട് നടന്നുവെന്ന പരാതി ശക്തമായി. ശാലിനി ഉൾപ്പെടെയുള്ളവർക്ക് ഈ ഒരു ആരോപണം ശക്തമായതോടെ ജോലി നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി. ഇതിന്റെ മനോവിഷമത്തിലായിരുന്ന മൂത്ത സഹോദരിയായ ശാലിനിയെ മനീഷ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇതിനിടെ കേസ് ഏറ്റെടുത്ത CBI സഹോദരിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. CBI ഈ ഒരു കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതോടെ ഇനി ഉണ്ടാകാനുള്ള അറസ്റ്റ് അല്ലെങ്കിൽ നിയമക്കുരുക്കുകൾ അതൊക്കെ മനസ്സിലാക്കി അറസ്റ്റോ അല്ലെങ്കിൽ നാണക്കേടോ ഭയന്ന് അമ്മയെ കൊന്ന ശേഷം അല്ലെങ്കിൽ കൊലപ്പെടുത്തിയ ശേഷം ഇരുവരും തൂങ്ങി മരിക്കുന്നു എന്നതാണ് പോലീസ് പരിശോധിക്കുന്ന മറ്റൊരു സാധ്യത. എന്തായാലും കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ എന്താണ് മരണത്തിലേക്ക് നയിച്ചത് എന്ന കാരണത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അമ്മ എങ്ങനെ മരിച്ചു എന്നത് അറിയാനായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ അത് അറിയുവാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും വളരെ ദുരൂഹമായി മരണത്തിന് പിന്നിലുള്ള കാരണം ഒരു വ്യക്തത അത് വരുത്താൻ അന്വേഷണ സംഘം അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവധിയിലായിരുന്നു മനീഷ് വിജയ്. അവധി കഴിഞ്ഞിട്ട് മനീഷ് എത്താതായതോടെ സഹപ്രവർത്തകർ മൊബൈലിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. ഇതോടെ ഇന്നലെ വൈകിട്ട് സഹപ്രവർത്തകർ ക്വാർട്ടേഴ്സിലെത്തി പരിശോധിച്ചപ്പോഴാണ് മനീഷിനെയും ശാലിനിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് സഹപ്രവർത്തകർ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി പരിശോധിച്ചു. അപ്പോഴാണ് അമ്മയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമ്മയുടെ മൃതദേഹം കട്ടിലിൽ ബെഡ്ഷീറ്റ് ഇട്ട് മൂടിയ നിലയിലായിരുന്നു. മൃതദേഹത്തിന് ചുറ്റും പൂക്കൾ വിതറിയിരുന്നു. തൊട്ടരികിൽ കുടുംബ ഫോട്ടോയും വെച്ചിരുന്നു. 3 പേരുടെയും മൃതദേഹങ്ങൾ പുഴുവരിച്ച നിലയിലായിരുന്നു. മൃതദേഹങ്ങൾക്ക് 4 മുതൽ 5 ദിവസം വരെ പഴക്കമുണ്ട് എന്നാണ് കരുതുന്നത്. ഈ മനീഷ് ഓഫീസിൽ അവധി പറഞ്ഞിരുന്നു. ഈ അവധി സമയം കഴിഞ്ഞിട്ട് മനീഷിനെ കാണാതായതോടെയാണ് സഹപ്രവർത്തകർ അടക്കമുള്ളവർ വീട്ടിൽ അന്വേഷിച്ചെത്തിയതും വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിച്ചതും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയതും. തീർച്ചയായിട്ടും മൃതദേഹത്തിന് ഒരുപാട് ദിവസത്തെ പഴക്കമുണ്ട്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.